ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ട്രാങ്കൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. ഇന്ന് ഈ പൂക്കളെല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ കോമൺ ആയിട്ട് കണ്ടുവന്നിരുന്ന ഒരു ടൈപ്പ് ചെടിയാണ് ഈ ലന്താന എന്ന് പറയുന്നത്. കൊങ്ങിണി ചെടി, അരിപ്പൂവ് എന്നൊക്കെയാണ് ഈ ഒരു ഓണപ്പൂവ്, അങ്ങനെയൊക്കെ ഈ ചെടീനെ പറയാറുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ നെയിമായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇതിൻ്റെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവന്നിരുന്നത് ഒരു 2 കളേഴ്സാണ് കോമൺ കണ്ടു വന്നിരുന്നത്. ഒരു യെല്ലോ റെഡ് മിക്സും പിന്നെ ഒരു മജന്ത വയലറ്റ് മിക്സാണെന്ന് തോന്നുന്നു. ഈ രണ്ടുമായിരുന്നു, മജന്ത പിങ്ക് മിക്സ്. ഇത് രണ്ടുമായിരുന്നു കോമൺ ആയിട്ട് നമ്മുടെ വേലി പോലെയൊക്കെ ഓരോരുത്തായിട്ട് കണ്ടുവന്നിരുന്നത്. ഇപ്പോഴും ഈ ഒരു ചെടികൾ ചില ഏരിയയിലോട്ടൊക്കെ പോകുമ്പോൾ കാട് പോലെ കാണാറുണ്ട്. ഈ ചെടിയല്ല, ഇതിൻ്റെ നമ്മുടെ നാടൻ വെറൈറ്റി. അപ്പോൾ അതിനുശേഷം അതിൽ നിന്നും കുറച്ച് ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസാണ് ഇപ്പോൾ വീടുകളിൽ വളർത്താനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നും പൂക്കളാണ്. കളർ ചേഞ്ചിങ് ആയിട്ട് നമുക്ക് തോന്നും. ഒരെണ്ണത്തിൽ തന്നെ അത് ഇപ്പോൾ കാണുന്നില്ലേ, 3 ടൈപ്പ് ഫ്ലവറായിട്ട് ഇങ്ങനെ ഒരു ബോളിൻ്റെ ഒരു പകുതി ബോൾ മുറിച്ച് വെച്ചതുപോലെയൊക്കെ ഒരു എന്താ പറയുക, ഗോപുരം അല്ല, ഒരു ഗോളം പോലെ ഉള്ളൊരു ഫ്ലവറിങ് പാറ്റേൺ ആണ് ഈ ഒരു സംഭവം. സ്ഥിരം പൂക്കളാണ്. പിന്നെ ഇതിന് നല്ലപോലെ വെയിൽ വേണം, അതുപോലെ അത്യാവശ്യം നനയും വേണം. മണ്ണിൽ നമുക്ക് അത്യാവശ്യം എന്താ പറയുക, ചകിരിച്ചോറ്, ചാണകപ്പൊടി, മണ്ണ്, എല്ലുപൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഓവറായിട്ട് വളത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ കെമിക്കലായിട്ടുള്ള വളത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള ചാണകപ്പൊടിയോ ആട്ടും കാഷ്ടമൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ നല്ലപോലെ ബ്ലൂം ചെയ്യും. ഇതിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വളമെന്ന് പറയുന്നത് സൺലൈറ്റാണ്. സൺലൈറ്റ് എത്രമാത്രം നമ്മൾ കൊടുക്കുന്നോ അത്രയും നമുക്ക് പൂക്കൾ കിട്ടും. ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഇതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കണ്ടുവന്നിരുന്നത്. പക്ഷേ ഇത് കോമൺ ആയിട്ട് കണ്ടുവന്നിരുന്ന വെറൈറ്റി അല്ല, അതിൻ്റെ ഹൈബ്രിഡാണ് കേട്ടോ. കോമൺ വെറൈറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈറ്റിൽ പോയിട്ട് ഒരു മരം പോലെയൊക്കെ ആയിട്ട് നിന്ന് പൂക്കുന്ന ടൈപ്പാണ്. നല്ലപോലെ ഹൈറ്റ് വെക്കും. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ വളർത്തുമ്പോൾ ബുദ്ധിമുട്ടാണ്. വീട്ടിൽ വളർത്തുന്നവരും ഉണ്ട്, എന്നിരുന്നാൽ പോലും ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരാറുണ്ട് ചിലപ്പോൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് ഈ ഒരു ഹൈബ്രിഡ് പ്ലാന്റ്സ് വന്നത്. ഹൈബ്രിഡ് പ്ലാന്റ്സ് ആകുമ്പോൾ നമുക്ക് ചട്ടിയിലോ നിലത്തോ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സാണ്. ഇതിപ്പോൾ ഗാർഡനിൽ ഈ ഒരു കളക്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മേടിച്ച് വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ മറ്റുള്ള പൂക്കളെക്കാളും എന്നും നമുക്ക് പൂക്കൾ തരുന്നൊരു അടിപൊളി വെറൈറ്റിയാണ് ഈ ലന്താന എന്ന് പറയുന്നത് കൊങ്ങിണി ചെടി. നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന വെറൈറ്റി നമ്മുടെ പോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ അത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സൊക്കെ എല്ലാവരും ഒന്ന് മേടിച്ച് സെറ്റ് ചെയ്ത് വെക്കുക. ഗാർഡനിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും. ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഇതിൻ്റെ വൈറ്റും വയലറ്റും ആണ് ഈ പിക്ചറിൽ കാണുന്നത്. നല്ല രസമായിട്ട് ഇതുപോലെ ഓരോ ബ്രാഞ്ചസിലും നിറയെ പൂക്കളായിട്ട് നിൽക്കും. ഇതിന് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം. അതായത് മൊട്ടുകൾ ഈ ഫ്ലവറിങ് കൊഴിഞ്ഞു പോയതിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ പുതിയ തളിരിലകൾ വന്നിട്ട് അതിലെല്ലാം പൂമൊട്ടുകൾ വന്ന് പൂക്കൾ വിരിയും. ഇതിലേറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു വൈറ്റും വയലറ്റും ആണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. വൈറ്റിൽ തന്നെ പിന്നെയും ഒരെണ്ണം വരുന്നുണ്ട്, വൈറ്റിൻ്റെ നടുക്കായിട്ടൊരു യെല്ലോ ഷെയ്ഡ് കയറി വരുന്നത്, അതുകൂടെ വരുന്നുണ്ട്. പിന്നെ വൈറ്റ്, വയലറ്റ്, റെഡ് ആൻഡ് യെല്ലോ, പിന്നെ ഒരു യെല്ലോ ഒരു ക്രീം മിക്സ്, പിന്നെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ. ഹൈബ്രിഡിൽ ഇത്രയും കളേഴ്സാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ വേറെ വെറൈറ്റീസ് ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല. ഇത്രയും വെറൈറ്റീസ് നമുക്കൊരു 5 ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് നല്ലപോലെ വെയിലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക അട്രാക്ഷൻ തന്നെയാണ്. ഇതിപ്പോൾ ചെറിയ പ്ലാന്റ്സ് ആണ്. ഇത് വളർന്നു കഴിയുമ്പോൾ ചട്ടി ഫുള്ളിങ്ങനെ പരന്ന് നിന്നിട്ട് അടിപൊളിയായിട്ട് വിരിഞ്ഞ് നിൽക്കും. വൈറ്റ് വയലറ്റ് ഇങ്ങനെ നമുക്ക് കോമ്പിനേഷനിലൊക്കെ വെക്കാൻ പറ്റും. റെഡ്, യെല്ലോ, വയലറ്റ്, വൈറ്റ്. ഇനി ഗാർഡനിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് നമുക്ക് പൈപ്പൊക്കെ സെറ്റ് ചെയ്യുന്നവരുണ്ടാവും. PVC പൈപ്പിലൊക്കെ ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ ചട്ടികളോ ചെറിയ ചട്ടികളിലോ ഹാങ്ങിങ്ങോ ഒക്കെ ആയിട്ട് മതിലിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പടർത്തി വിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് എന്നും പൂക്കളോടെ നിൽക്കും. നമുക്ക് ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം കെയറും വാട്ടറിങ്ങും കൊടുത്തു കഴിഞ്ഞാൽ
പരിചരണത്തിനും വലിയ പ്രയാസമൊന്നുമില്ല. പെട്ടെന്ന് അസുഖങ്ങളോ ഒന്നും ബാധിക്കാതെ ഒരു സൈഡിൽ നിന്നിട്ട് നല്ലപോലെ പൂക്കും. എന്നെ കെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഞാൻ പൂക്കൾ തരും, അങ്ങനെ പറയുന്നൊരു ടൈപ്പ് പ്ലാന്റാണ്. എൻ്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ് ഈ ഒരു ലന്താന എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഗാർഡനിൽ ഫ്ലവർ ഇല്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല. അത്യാവശ്യം നല്ലപോലെ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ പൂക്കും. നമുക്ക് വേണ്ട ശ്രദ്ധ ഒരുപാട് വേണമെന്നില്ല. ബാക്കിയുള്ള ചെടികൾക്ക് വെള്ളം നനയ്ക്കുമ്പോൾ ഒന്ന് നനച്ചു കൊടുക്കുക, വളമിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. NPK ഡാപ്പോ അങ്ങനെ ഒന്നും തന്നെ കൊടുക്കേണ്ട. ചാണകപ്പൊടിയാണെങ്കിൽ അത് കൊടുക്കുക, ആട്ടിൻകാഷ്ടം കൊടുക്കുകയാണെങ്കിൽ അത് കൊടുക്കുക, കമ്പോസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ പാക്കറ്റ് വളങ്ങളൊക്കെ കാണുമല്ലോ, അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതും കൊടുക്കുക. ഇത്രയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അടിപൊളിയായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. നാടനല്ല, ഹൈബ്രിഡ് വെറൈറ്റീസിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. നാടനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളർത്താൻ ബുദ്ധിമുട്ടാണ്, ഒരുപാട് ഹൈറ്റിൽ പോയിട്ട് പടർന്ന് പന്തലിച്ചൊക്കെ പൂക്കും. ഇതാകുമ്പോൾ ചട്ടിയിൽ തന്നെ വളർത്താൻ പറ്റും. സൺലൈറ്റിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ വളം കൊടുക്കുക, വെള്ളമൊന്ന് കൊടുക്കുക, പ്രൂൺ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ പൂക്കുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു പ്ലാന്റ്സ് കളക്ഷനിൽ ഉൾപ്പെടുത്താത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കളക്ട് ചെയ്യാം കേട്ടോ. കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും സന്തോഷം തരുന്ന പൂക്കളായിരിക്കും. ബട്ടർഫ്ലൈസ് ഒക്കെ ഒരുപാട് വരുന്നൊരു ചെടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.